വേദയ്ക്ക് കുഞ്ഞിനെ നഷ്ടമാകുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പവിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് വേദയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തൻ്റെ ജോലിയോട് കൂറ് പുലർത്തുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. അതായത് വേറെ ഒന്നുമല്ല, കൂറ് പുലർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് കണ്ടാൽ പ്രതികരിക്കുകയും കൂടാതെ തന്നെ ജോലിക്കാർക്ക്, അതായത് തൻ്റെ സഹപ്രവർത്തകർക്ക് തെറ്റ് പറ്റുമ്പോൾ അവരെ മര്യാദ പഠിപ്പിക്കുകയും തെറ്റിൻ്റെ കൂടെ നിൽക്കാതെ ശരിയുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദ ആ നിയമം പാലിക്കുന്നത് കൊണ്ട് തൻ്റെ മനസ്സാക്ഷി നോക്കുന്നത് കൊണ്ട് തന്നെ വേദയ്ക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് മിത്രങ്ങളുമുണ്ട് എന്ന് കാണാം. എന്നാലും മിത്രങ്ങളെക്കാൾ കൂടുതൽ ശത്രുക്കൾ തന്നെയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയുടെ റെയ്ഡിൽ വമ്പൻ നാശനഷ്ടം സംഭവിച്ച ഒരു വ്യക്തി ഉണ്ടായിരിക്കുമെന്ന് കാണാൻ കഴിയൂട്ടോ. അയാളാണെങ്കിൽ വേദയെ നശിപ്പിക്കാനായിട്ട് തക്കം പാർത്തിരിക്കുകയാണ്, വേദയെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്ന് കാണാൻ കഴിയും. വേദയെ മാത്രമല്ല, കുടുംബത്തോടെ നശിപ്പിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ വളരെയധികം തന്ത്രപൂർവം തന്നെ കരുക്കൾ മുന്നോട്ട് നീക്കുകയാണ്. ഇവിടെ വേദയാണെങ്കിൽ തൻ്റെ മകളെ സന്തോഷത്തോടെ വളർത്താനായിട്ട് തുടങ്ങുന്നുണ്ട്. അതായത് അമ്മ പറഞ്ഞത് പ്രകാരം, നമ്മുടെ തൻ്റെ അമ്മ പറഞ്ഞത് പ്രകാരം ഇടയ്ക്കൊക്കെ ഓരോ സത്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അധികമൊന്നും സത്യമൊന്നും വെളിപ്പെടുത്താതെ അമ്മയെയും തരുണിനെയും വേദനിപ്പിക്കാതെ നമ്മുടെ വേദ മകളുമായിട്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ് എന്ന് കാണാട്ടോ. പക്ഷേ തരുണിനതത്ര പിടിക്കുന്നൊന്നുമില്ല. തൻ്റെ മകളെ വേദ സ്നേഹിക്കുന്നത്, വേദ തൻ്റെ മകൾക്കൊരമ്മയാകുന്നത് തരുണിന് അത്ര ദഹിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞിൻ്റെ കൂടെയൊക്കെ കിടക്കണമെന്ന് ആഗ്രഹം പറയുമ്പോൾ തരുണാണെങ്കിൽ അതെല്ലാം നിരസിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഇതേ സമയം വേദയ്ക്ക് നല്ല രീതിയിൽ സങ്കടവും വിഷമവും തോന്നുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. എന്നിരുന്നാലും വേദയാണെങ്കിൽ അതൊന്നും വലിയ രീതിയിൽ പുറത്തേക്ക് കാണിക്കുന്നില്ല എന്നും കാണാൻ കഴിയൂട്ടോ. എന്നിരുന്നാലും നല്ല സങ്കടവും നല്ല വിഷമവുമുണ്ട് വേദയ്ക്ക് എന്ന് കാണാം. ഇവിടെ അമ്മ വേദയെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ സംഭവമൊക്കെ നമ്മുടെ തരുണിനെ ഒരുപാട് സംശയത്തിലേക്ക് ഇടവരുത്തുന്നുണ്ട്. തൻ്റെ അമ്മ എന്തിന് അവളെ സപ്പോർട്ട് ചെയ്യുന്നു, എന്താണ് കാര്യം എന്ന് ചിന്തിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ തരുണാണെങ്കിൽ വേദയെ ഇച്ചിരി അകറ്റിയാണ് നിർത്തിയിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. ആ സാഹചര്യങ്ങളിലെല്ലാം അവർക്കിടയിലേക്ക് മകൾ കയറി വരുന്നുണ്ട്. അച്ഛ, അമ്മേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ മകളാണെങ്കിൽ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ മകൾ പറയുന്നത് പ്രകാരം പുറത്തേക്കൊക്കെ പോവുകയാണ് എന്ന് കാണാം. ആ സമയമാണെങ്കിൽ നമ്മുടെ വേദയും തരുണും മകളും അമ്മയൊക്കെ ഉണ്ടാവുമല്ലോ.
അവരും 4 പേരും മാത്രമേയുള്ളൂ. ആ സമയവും ആ സന്ദർഭവും നോക്കി അവരെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് നമ്മുടെ ശത്രുക്കളും ഗുണ്ടകളും എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അവരെ ഒന്ന് പേടിപ്പിക്കണം, കാര്യങ്ങൾ അവർക്ക് പതിയെ മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ള ഒരു ധാരണയാണ് നമ്മുടെ കള്ളന്മാർക്ക്, ശത്രുക്കൾക്ക് ഉള്ളത്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ കാറ് നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും പരിക്ക് പറ്റുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ കൂടുതൽ പരിക്ക് പറ്റുന്നത് വേദയ്ക്കാണ് എന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, വേദയുടെ ഓർമ്മ നഷ്ടപ്പെടുമോ എന്നൊക്കെ കണ്ടു തന്നെ കാണണം. മിക്കവാറും അതിനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. കാരണം വേറെ ഒന്നുമല്ലല്ലോ, നമ്മൾ മുൻപത്തെ ഒരു പ്രൊമോയിൽ കണ്ടിട്ടുണ്ട്, നമ്മുടെ തരുണിൻ്റെ കൂടെ വേദ ബൈക്കിൻ്റെ പുറകിലിരുന്ന് പോകുന്നൊരു കാഴ്ച. അതായത് വേദയ്ക്ക് ഓർമ്മക്കുറവ് വരികയാണ്. വേദ പഴയ കാര്യങ്ങളെല്ലാം പതിയെ മറന്നു പോവുകയാണ്. അതായത് തരുണിനെ ഭർത്താവായും മകളെയും മാത്രം, അമ്മയെയും മാത്രമേ വേദ തിരിച്ചറിയുകയുള്ളൂ എന്നൊരു തോന്നൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തരുണിൻ്റെ ഭാര്യയായി വേദ ജീവിക്കുമോ എന്നൊക്കെ കണ്ടു തന്നെ കാണണം. ഇവർക്കിടയിലേക്കായിരിക്കും മിക്കവാറും വേദയെ തേടി നമ്മുടെ വിക്രം വന്ന് കയറുക എന്നും കാണാൻ സാധിക്കും. എന്തായാലും വിക്രം കടന്നു വരുമെന്നുള്ളത് തീർച്ച തന്നെയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അത് എങ്ങനത്തെ സാഹചര്യത്തിലായിരിക്കും, ഏത് സാഹചര്യത്തിലായിരിക്കുമെന്ന് നമുക്കിപ്പോൾ പറയാനായിട്ട് കഴിയില്ല. എന്തായാലും അവർക്ക് ഒരു ദുരന്തം സംഭവിക്കുന്നുണ്ട്, പുറത്തേക്ക് ഒരു ദുരന്ത വാർത്ത അറിയുന്നുമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തരുൺ ഉയർന്ന മേധാവിയായതുകൊണ്ടും വേദ വലിയ കളക്ടർ ആയതുകൊണ്ടും ചിലപ്പോൾ പത്രത്തിൽ അവരുടെ ഫോട്ടോ വരാം. അതുവഴി അവരെ അറിയിക്കാം. അത് വിക്രത്തിന് ഇവരിലേക്ക് എത്താൻ ചിലപ്പോൾ സുഗമമായിരിക്കും. അങ്ങനെയും ആവാം കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.